2009 പുതിയ മുഖം എന്ന സിനിമയിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ പൃഥ്വിരാജ് തന്റെ മാസ് ആക്ഷൻ ഇമേജ് നിലനിർത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു കരിയർ പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ മുഖത്തിനു ശേഷം അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയ സിനിമ ജോഷിയുടെ സംവിധാനത്തിൽ വന്ന റോബിൻഹുഡ്. അതിനുശേഷം അദ്ദേഹത്തിന്റേതായി അനൗൺസ് ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു രഘുപതി രാഘവ രാജാറാം. ജോഷി കഴിഞ്ഞ് നേരെ ഷാജി കൈലാസിലേക്ക്. ഏതാണ്ട് നമ്മുടെ പ്രീവിയസ് ജനറേഷൻ സൂപ്പർ സ്റ്റാർസിന്റെ അതേ പാത തന്നെ ഇദ്ദേഹവും പിന്തുടരുന്ന ഒരു കാഴ്ച. പൃഥ്വിരാജ് 3 വ്യത്യസ്ത വേഷങ്ങളിൽ എത്തുന്ന ഈ സിനിമയുടേതായി പല സ്റ്റില്ലുകളും പുറത്തിറങ്ങിയിരുന്നു. AK സാജന്റേതായി തിരക്കഥ. എന്നാൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്യാനിരുന്ന ഈ സിനിമ പിന്നീട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം വീണ്ടും 2010 80കളിലെ മോഹൻലാലിന്റെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായ നാടുവാഴികൾ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം നാടുവാഴികൾ 2 എന്ന പേരിൽ അനൗൺസ് ചെയ്തു. സംവിധാനം ഷാജി കൈലാസ്, തിരക്കഥ ആദ്യ ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ SN സ്വാമി തന്നെ. ഇത് നാടുവാഴികളുടെ അതേ കഥ പുതിയ കാലത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റീമേക്ക് ആയിരിക്കുമെന്നും അങ്ങനെയല്ല ഇത് അതിന്റെ കണ്ടിന്യൂവേഷനായി ഒരു ഫ്രഷ് സബ്ജക്ട് ആയിരിക്കുമെന്നുമുള്ള 2 തരത്തിലുള്ള റൂമറും അന്നുണ്ടായിരുന്നു. ഈ പടത്തിന്റെ പൂജ സ്റ്റിൽസും പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് ഈ സിനിമയും ടേക്ക് ഓഫ് ചെയ്തില്ല. അങ്ങനെ തുടരെ പരാജയപ്പെട്ട 2 പരിശ്രമങ്ങൾക്ക് ശേഷം ഷാജി കൈലാസ് സ്വയം രചന നിർവഹിച്ച് മൂന്നാമതും പൃഥ്വിരാജുമൊത്ത് ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു. സിനിമയുടെ പേര് സിംഹാസനം. ഈ സിനിമയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, പ്രേക്ഷകർക്കറിയാം. പഴയകാല പ്രതാപത്തിൽ നിന്ന് കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച് എന്നാൽ ദയനീയ പരാജയമായി മാറിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ സിനിമയുടേത്. സിനിമയുടെ പ്രധാന പ്ലോട്ട് ഇവരുടെ തന്നെ നടക്കാതെ പോയ നാടുവാഴികൾ എന്ന സിനിമയുടേതാണ് എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തനിയെ വരുന്ന മറ്റു സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. സിനിമയിലെ നായകന്റെ ഇൻട്രൊഡക്ഷൻ രംഗത്ത് ഒരു കസ്റ്റംസ് ഓഫീസർ നായകനെ തിരിച്ചറിയുന്ന രംഗം ലേലം എന്ന സുരേഷ് ഗോപി സിനിമയിൽ നിന്നുള്ള ഡയറക്റ്റ് കോപ്പിയാണ്. ശേഷം തന്റെ തറവാട്ടിലെത്തിയ നായകൻ അവിടെ കാണുന്നത് ധാവണി ചുറ്റിയ വായാടിയായ ഒരു പാവം പെൺകുട്ടി. ഇത് സിനിമയിലെ 1ാമത്തെ നായിക. എന്നാൽ അധികം വൈകാതെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ജീൻസും ടോപ്പും ഇട്ട് 2ാമത്തെ നായിക വരുന്നു. 2 പേർക്കും വേണ്ടത് ജഗനെ തന്നെ, അർജുൻ മാധവനെ. ഇതേത് സിനിമയുടെ റെഫറൻസ് ആണെന്ന് ഞാൻ പറയണ്ടല്ലോ. അടുത്തത് 2 വ്യത്യസ്ത ഫാമിലിയിലെ വില്ലന്മാർ നായകനെതിരെ കൈകോർക്കുന്നത്. ഇതും സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ലേലം. കുന്നേലും കടയാടിയിലുമുള്ള ആണുങ്ങൾ. ഇനി അടുത്തത് വില്ലനോട് 4 ഡയലോഗ് പറഞ്ഞ് വില്ലന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ അച്ഛനെ കൈപിടിച്ചുകൊണ്ട് സ്ലോ മോഷനിൽ നടക്കുന്ന രംഗം. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് നരസിംഹത്തിൽ. നായകന്റെ അച്ഛനെ ഇരുട്ടിന്റെ മറവിൽ പുറകിൽ നിന്ന് കുത്തുന്നത് വീണ്ടും ലേലം. ഇനി ക്ലൈമാക്സിലെ ഉത്സവവും അതിൽ പ്രധാനിയായി നിന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന നായകനും അയാളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഗുണ്ടകളും, എന്നാൽ ആ ഉത്സവത്തിന്റെ അറ്റയറിൽ നിന്ന് തന്നെ നായകൻ തിരിച്ചടിക്കുന്നതും. ഇതത്രയും വന്നിരിക്കുന്നത് തീർച്ചയായും 6ാം തമ്പുരാൻ. എനിവേസ്, പ്രതാപകാലത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നത് പ്രതാപകാലത്തിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് വെക്കലല്ല എന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തന്നു. ഇനി ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഈ സിനിമയിൽ സഹിക്കാൻ പറ്റാതെ പോയത് നായകന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ സംഘടനം ഏതാണ്ട് കഴിയാറായപ്പോൾ നായകന്റെ കൂട്ടുകാർ വന്ന് പ്രത്യക്ഷപ്പെടും. കൂട്ടത്തിൽ മണിക്കുട്ടിന്റെ വക ഒരു ഡയലോഗ് ഉണ്ട്. ഹേയ് വാട്ട് ദ ഹെൽ, ഞങ്ങൾ ഇടപെടണോ എന്ന്. ആരോട്? മുന്നിൽ നിൽക്കുന്നത് ഒരു കസ്റ്റംസ് ഓഫീസറാണ്. ഇവനാണെങ്കിൽ ഒരു കോളേജ് പയ്യനും. ഇവൻ എന്തിടപെടാനാണ്?